ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹെയർ കെയറിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക്, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അല്ലേ. നമ്മൾ എന്തെന്നെ ഹെയർ പാക്കും എന്തെന്നെ ഹെയർ മാസ്കും ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ എപ്പോഴും നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ബേസിസിലും, അതായത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. മിക്ക ആൾക്കാരും ഹെയർ പാക്കും അതേപോലെ തന്നെ ഹെയർ മാസ്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മിക്ക ആൾക്കാരും ചെയ്യുന്നത് അവരുടെ സമയപരിധി കാരണം ഒക്കെ ചെയ്യുന്നത് ഓയിലിംഗ് തന്നെയാണ്. ഓയിലിംഗ് എന്നുള്ളത് എല്ലാവരും, ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തവരും എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഞാൻ ഷാംപൂ വാഷ് ചെയ്തിട്ട് 2 days ആയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഡീറ്റാങ്കിൾ ചെയ്യണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മുടിയിൽ നന്നായിട്ട് ചിക്ക് എടുക്കണം. ചിക്ക് എടുക്കുമ്പോൾ എപ്പോഴും, അതായത് നമ്മുടെ മുടിയിൽ ജട കളയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരിക്കലും ചീവാതിരിക്കുക. നമ്മൾ മുടിയിൽ ജട കളയുമ്പോൾ താഴെ മുതൽ കളയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ മുതൽ തന്നെ ചിക്ക് അല്ലെങ്കിൽ ജട കളയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് പൊട്ടിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവിടുന്ന് ഇവിടെ വെച്ച് ഇങ്ങനെ താഴേക്ക് നമ്മൾ പൊട്ടിപ്പോകുമ്പോൾ ഇവിടെ ഒട്ടും വോള്യൂം ഇല്ലാത്ത രീതിക്ക് താഴെ നമ്മുടെ മുടി കോലുവാല് പോലെ നിൽക്കും. അപ്പൊ അത് കാരണം തന്നെ എപ്പോഴും നമ്മൾ കോംബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജട കളയുമ്പോൾ എപ്പോഴും താഴെന്ന് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് താഴെന്ന് ജട കളഞ്ഞ് പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി പൊട്ടിപ്പോവാതെ തന്നെ നന്നായിട്ട് മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നമുക്ക് മുടിയിൽ ജട കളയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നന്നായിട്ട് കളയുക. ആദ്യം താഴെ കളയുക, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ജട കളയുക. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ബസ്സിൽ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാര് ഇപ്പൊ നന്നായിട്ട് മുടി വിരിച്ചിട്ടിട്ടാണ് പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുടിയിൽ ജട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് ചീവിയാലും ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഴുവനും കെട്ടായിരിക്കും. അപ്പൊ അതിന് മുൻപായിട്ട് കുറച്ചൊരു ഓയിൽ കയ്യിലാക്കുക, അല്ലെങ്കിൽ ഹെയർ സീറം ഒക്കെ കയ്യിലാക്കുക. അതിനുശേഷം നന്നായിട്ട് തടവി കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ മുതൽ ഇങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്യാം, ജട കളയാം. അപ്പൊ നന്നായിട്ട് എളുപ്പത്തിൽ ജട കളയാനായിട്ട് സാധിക്കും. അതല്ലാതെ ഇങ്ങനെ നന്നായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ജട എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് മുകളിൽ നിന്ന് ജട കളയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ജട കളയാനായിട്ടും അതേപോലെ തന്നെ മുടിയൊന്നും പൊട്ടിപ്പോവാതെ കളയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. പിന്നെ മുടി ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പല്ല അകലെയുള്ള ചീപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് കേട്ടോ. അതിനുശേഷം ഇപ്പൊ ഈ വശം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വശം ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് അതേപോലെ തന്നെ ജട കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ നമ്മൾ ജട കളയുന്ന സമയത്ത്. കാരണം നമുക്കൊന്നും സമയമില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് മുടി ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മുടി ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി പൊട്ടിപ്പോവാനും മുടി നന്നായിട്ട് ഡാമേജ് ആവാനുമുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ജട കളയുമ്പോഴൊക്കെ സമയം എടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നല്ല രീതിക്ക് മുടിയിൽ നന്നായിട്ട് ഞാൻ ഡീറ്റാങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടില്ലേ? നല്ല രീതിക്ക് തന്നെ മുടി നന്നായിട്ട് ഡീറ്റാങ്കിൾ ആയിട്ടുണ്ട്. മുടിയിൽ ജടയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ പ്രോപ്പറായിട്ട് എണ്ണ എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഓരോരുത്തരും ഓരോ ഓയിലുകളായിരിക്കും മുടിയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും ആട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് എടുത്തിട്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്ന രീതിക്ക് എന്റെ രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തതിനു ശേഷം നന്നായിട്ട് ഓയിൽ വെക്കുക. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഓയിൽ വെക്കുക എന്നുള്ളത്, അപ്പോ ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുടിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലേ നമ്മുടെ മുടിയിൽ എണ്ണ വെക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ
നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് സമയം ഇല്ലാത്തവരും സമയം ഉള്ളവരും എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യാനും മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നമ്മൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുടിയിൽ ജട കളഞ്ഞ് മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് ഓയിൽ അപ്ലൈ ചെയ്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി കെട്ടിവെക്കുന്ന രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഓയില്. ഇപ്പൊ വൈകുന്നേര സമയത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. രാത്രി കിടക്കുന്നതിനേക്കാളും മുൻപായിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യാറ്. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ആ രീതിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറ്. അതായത് രാത്രി സമയങ്ങളിലാവുമ്പോൾ ഓവർനൈറ്റ്, എൻ്റെ കുറച്ച് ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് നമ്മുടെ മുടിയിൽ എണ്ണ ഇരിക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ. അതേപോലെ തന്നെ നമ്മൾ മുടിയിൽ എണ്ണ വെക്കുമ്പോൾ നമ്മൾ അതായത് വെറുതെ എണ്ണ തൊട്ട് പുരട്ടിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുടിയിൽ നമ്മൾ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് നനയുന്ന രീതിക്ക് നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. ഇപ്പം ഞാൻ മുമ്പ് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ജേണി, ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുണ്ടായി, ഞാൻ മുമ്പൊക്കെ എണ്ണ വെക്കലുണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ടുള്ള എണ്ണ വെക്കലില്ല. കാരണം അതെങ്ങനെയാണെന്ന് അറിയില്ല. എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ഓയിൽ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്യും. അതിലെല്ലാം നമുക്ക് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നത്. നന്നായിട്ട് പ്രോപ്പറായിട്ട് മുടിയിൽ എണ്ണ വയ്ക്കുക. അതേപോലെ തന്നെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് എണ്ണ വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ എണ്ണ നമ്മുടെ മുടിവേരുകൾക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുടിവേരുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും മുടിവേരുകൾ കൊഴിഞ്ഞു പോവാതെ മുടിവേരുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് നമ്മൾ അങ്ങനെ എണ്ണ വയ്ക്കുമ്പോഴാണ്. മുടിയുടെ തുമ്പത്ത് പ്രത്യേക എണ്ണ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സ്പ്ലിറ്റൻസ് കൂടുതലും ഉണ്ടാവുന്നത് മുടി തലപ്പ് ഡ്രൈ ആവുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം നമ്മുടെ മുടിയിലെ തലപ്പത്ത് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കണം. കാരണം നമ്മുടെ മുടിയുടെ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്കാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തലയോട്ടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുടിവേരുകൾക്ക് നല്ല കരുത്ത് നൽകാനും നമ്മൾ ഫ്രണ്ടിലോട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും മുടി വളർച്ച അതിവേഗത്തിലാക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ടുള്ള എണ്ണ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. നമ്മൾ സമയമില്ലാത്ത കാരണം വെറുതെ ഇങ്ങനെ തൊട്ട് പുരട്ടിയിട്ട് കാര്യമില്ല. സമയം എടുത്ത് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി തന്നെ വെക്കണം. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ വേ ആയിട്ട് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും മുടി കൊഴിഞ്ഞു പോകാതെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ പ്രോപ്പറായിട്ട് എണ്ണ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നന്നായിട്ട് ട്രൈ ചെയ്യുക. ഹോട്ട് ഓയിൽ മസാജും അതേപോലെ തന്നെ നോർമൽ ഓയിൽ മസാജൊക്കെ മുടിക്ക് കൊടുക്കുന്നത് മുടി നന്നായിട്ട് വളരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇപ്പൊ നന്നായിട്ട് മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് ആകുന്ന രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യാന്ന് വെച്ചാല് അതിനുശേഷം മുകളിലേക്ക് നന്നായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും ഞാൻ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ കെട്ടിവെക്കും കേട്ടോ. മുകളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ കെട്ടിവെക്കും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് അഴിച്ചിട്ടിട്ട് ഒന്നും കൂടെ ജട കളഞ്ഞതിന് ശേഷം പിന്നെയും മെടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ 5 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കാണിക്കാം കേട്ടോ. അതിനുശേഷം മുടി അഴിച്ചു, വീണ്ടും നമ്മുടെ മുടി 2 ഭാഗത്തേക്ക് വകച്ചിലിട്ടു. അതിനുശേഷം കൈ കൊണ്ട് തന്നെ ആദ്യം വേറെടുക്കും കേട്ടോ. അതിനുശേഷം വീണ്ടും ഈ പല്ലകലുള്ള ചീപ്പി എടുത്തിട്ട് വീണ്ടും ഞാൻ താഴെന്ന് ജട കളയും.
അതിനുശേഷം മോളുന്ന് നമുക്ക് മുമ്പ് തന്നെ ജട കളഞ്ഞത് കാരണം നമ്മുടെ മുടിയിൽ ജടയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ കൂടി നമ്മൾ എണ്ണ തേക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നത് കാരണം മുടി ചിലപ്പോൾ ടാങ്കിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, ഒരു ജടയും ഇല്ല മുടിയിൽ, സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ താഴെ ഇപ്പൊ മുടിയിൽ എല്ലാ ജടയും കളഞ്ഞു. അതിനുശേഷം ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി, ഇപ്പൊ ഇരുന്നിട്ട് ചെയ്യുന്നേ ഉള്ളൂ, സാധാരണ നിന്നിട്ടാണ് ചെയ്യാറ്. അതിനുശേഷം ആദ്യം മുടി ബാക്കിൽ നിന്ന് വെടയും. നന്നായി പിന്നിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് മുടി പിന്നിയതിന്റെ തലപ്പിലൊരു നോട്ട് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഞാനൊരു ബണ്ണിട്ട് ബാക്കിലേക്ക് ആക്കി വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ബണ്ണ് എടുക്കാത്തത് കാരണം ഞാനിപ്പോ ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ ഇപ്പൊ പലരും ചെയ്യാറുണ്ട് മുടി ഇവിടെ പിടിച്ച് കെട്ടുന്നത്, അതും നല്ല തന്നെയാണ്. ഇങ്ങനെ വലിച്ചു മുറുക്കാതെ നമ്മൾ ലൂസായിട്ട് ഇവിടെ ബൺ ചെയ്ത് കിടക്കുന്നതും വളരെ നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ബൺ ചെയ്ത് കിടക്കുമ്പോൾ എനിക്ക് ഈ സൈഡ് നല്ല വേദന എടുക്കാറുണ്ട്. ഈ കഴുത്തിന്റെ ഈ രണ്ട് സൈഡും നല്ല വേദന എടുക്കാറുള്ളത് കാരണം തന്നെ ഞാൻ എപ്പോഴും ഈ രീതിക്കാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അതിനുശേഷം ഉറങ്ങാനായിട്ട് പോകും. എപ്പോഴും എൻ്റെ ഹെയർ ഓയിലിങ്ങും അതേപോലെ തന്നെ ഞാൻ മുടി കെട്ടുന്ന രീതിയൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ഒരു 2 തവണയൊക്കെ ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അതും രാത്രി സമയങ്ങളിലാണ് മിക്കവാറും ചെയ്യാറ്. അതല്ല രാവിലെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നന്നായിട്ട് ഹോട്ട് ഓയിൽ ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുടി വളർച്ചയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.